ജനറേഷൻ വൈസ് നോക്കുവാണെങ്കിലും ആ ഒരു പാട്ടും പാട്ടിന്റെ ലൈൻസ് ആണെങ്കിലും അത്രയും വാല്യൂ ഉണ്ട് എല്ലാവരുടെ മനസ്സിലും. അതൊന്നും നമുക്ക് മായ്ക്കാൻ പറ്റുന്നില്ല നമ്മുടെ മനസ്സിൽ നിന്ന്, അല്ലേ? ജീവിതം കൊണ്ട് നമ്മൾ വരച്ചിടുന്ന കാര്യങ്ങൾ, വരികൾ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെയും കൂടെ എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. അവരെയും കൂടെ ഈസി ആയിട്ട് കോണ്ടാക്ട് ചെയ്യും, അവരുടെ മനസ്സും കൂടെ. അപ്പോൾ ജീവിതഗന്ധികളായിട്ട് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും, സിനിമകളായാലും ശരി, പാട്ടുകളായാലും ശരി, അത് മൈൽ സ്റ്റോൺസ് ആയിട്ട്, നാഴികക്കല്ലുകളായിട്ട് ഇങ്ങനെ കാലങ്ങൾക്കപ്പുറത്തേക്ക്. കാരണം മനുഷ്യരുള്ളിടത്തോളം കാലം ഈ പറഞ്ഞ അനുഭവങ്ങളെല്ലാം ഉണ്ടാവും. അതിൻ്റെ തോതിലും പിന്നെ എന്താ പറയണ്ടേ, അതിൻ്റെ ചിത്രങ്ങളിലും വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ. കാലം കൊടുക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാവുന്നല്ലാതെ ഫീലിംഗ് ഒന്നായിരിക്കും. അതിപ്പോൾ പ്രണയമായാലും വിരഹമായാലും പ്രവാസമായാലും ഭക്തിയായാലും ഒക്കെ അതിന് ഫീലിംഗ് ഒന്നാണ്. അപ്പോൾ അത് നമ്മൾ ഒരു കാലത്ത് എങ്ങനെയാണോ മനസ്സറിഞ്ഞ് നമ്മുടെ അനുഭവം കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നത്, അതാണ് പുതിയ കാലത്തുള്ളവരെ അവർക്ക് എഫക്റ്റീവ് ആകാൻ കാരണം അതാണ്. പിന്നെ ഷാഫിക്കയുടെ സിഗ്നേച്ചർ സോങ് എന്ന് പറയുന്നത്, അതിലിപ്പോൾ ഷാഫിക്ക ഫസ്റ്റ് സജസ്റ്റ് ചെയ്ത് ഏത് സോങ് ആയിരിക്കും ഷാഫിക്കയുടെ സിഗ്നേച്ചർ സോങ്? സുന്ദരി നീ ഒന്ന് ഗസലായി, അതായത് വൈഫിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഫസ്റ്റ് സോങ്. ഹരി ക്ലാപ്സിന്റെ ബാനറിൽ ഇറങ്ങി. 2005 അത് ഇറങ്ങുന്നത്. 2004 ഞങ്ങൾ കിനാവ് അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലോ. അതിന് അവാർഡൊന്നുമില്ല, ആരോ മൊമെന്റോ തന്നുണ്ടാവും. അവാർഡ് കിട്ടാനുള്ള അത് എനിക്ക് മുട്ട സൂചി തന്നാലും ഇപ്പൊ ഇതൊരു അവാർഡല്ലേ. ഗാലറി വിഷൻ എന്നെ വിളിച്ചിട്ട് ഇത് സൗണ്ടിൽ എനിക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു അവാർഡായിട്ട് ഞാൻ കാണുന്നു ഓരോ മൊമെന്റ്സ്. മറ്റേത് ഈ പറഞ്ഞ മാതിരി പ്രഗത്ഭമായ എന്തോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് കിട്ടിയ സംഭവങ്ങളൊന്നുമല്ല. നമ്മൾ ഒരു വർക്കിന് വേണ്ടി ഇറങ്ങി, അപ്പോൾ ആർക്കോ നമ്മളൊരു സ്നേഹം തോന്നിയിട്ടൊരു മൊമെൻ്റ് വരുന്നു, അതിനെ വിലയോടുകൂടി തന്നെ കാണുന്നത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുള്ള മികച്ച പിന്നെ പുരസ്കാരങ്ങളൊന്നും അല്ല. അപ്പോൾ സുന്ദരി നീ ഒന്ന് ഗസലായി എൻ്റെ മാത്രമല്ല, എന്നെ കേട്ടിട്ട് തുടങ്ങിയിട്ടുള്ള ആളുകൾ കിനാവിലെ പാട്ടൊക്കെ അപൂർവ ആൾക്കാരെ കേട്ടിട്ടുണ്ടാവും. ഈ ഒരു പാട്ടിലാണ് സത്യത്തിൽ എന്നെ ആളുകൾ എൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞത്. എൻ്റെ ഫേസ് വരുന്നത് ജലാൽ മേഘന ആദ്യമായിട്ട് താജുക്ക പാടിയിട്ടുള്ള ഒരു പാട്ടിന് എന്നെ നായകനാക്കി അവതരിപ്പിച്ച പാട്ടിലൂടെയാണ്. പക്ഷേ ആളുകൾ കൂടുതലും നമ്മളെ വാച്ച് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഞങ്ങൾ 2006 ഞാനും ജലാലും ചേർന്ന് ചെയ്തിട്ടുള്ള ദിൽഹേ ഫാത്തിമ. അതിപ്പോഴും ട്രെൻഡിങ്, അതിപ്പോഴും നമ്മുടെ പിള്ളേരുടെ ആണെങ്കിലും എല്ലാം ഇപ്പോൾ ട്രെൻഡിങ് ആണ്. ഇൻസ്റ്റ ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും.